നേര്യമംഗലത്ത് പാലത്തിന്റെ നിർമ്മാണത്തിനായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന എല്ലാവർക്കും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വിഷയം MP, MLA എന്നിവരുടെയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയമില്ലെന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിച്ച് കുടുംബങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കിവിടുന്നതിനെ ശക്തമായി പ്രതിരോധിക്കുമെന്നും മെമ്പർമാർ വ്യക്തമാക്കി. നേര്യമംഗലത്ത് പാലത്തിന്റെ നിർമ്മാണത്തിനായി പൊളിച്ചുമാറ്റേണ്ട 2 വീടുകളിരിക്കുന്ന സ്ഥലത്തിന് പട്ടയമില്ല. 3 കടകളും സമാന അവസ്ഥയിലാണുള്ളത്. നഷ്ടപരിഹാരം നൽകാതെ സ്ഥലം ഏറ്റെടുക്കാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൈജൻ ചാക്കോ, സൗമ്യ ശശി, ജിൻസിയ ബിജു എന്നിവർ വ്യക്തമാക്കി. വെറും കൈയോടെ ഈ കുടുംബങ്ങളെ ഇറക്കിവിടാൻ അനുവദിക്കില്ല. MP, MLA, ജില്ലാ കളക്ടർ തുടങ്ങിയവരെ വിഷയത്തിന്റെ ഗൗരവം അറിയിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സമരരംഗത്തിറങ്ങുമെന്നും മെമ്പർമാർ മുന്നറിയിപ്പ് നൽകി. ഏത് വികസനത്തിന്റെ പുറത്താണെങ്കിലും അതിൽ ഇവിടെ കുടികിടപ്പുകാരായിട്ടുള്ള ആളുകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാതെ അവരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സുഖമില്ലാത്ത, കണ്ണ് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ശരീരം തളർന്നു കിടക്കുന്ന ആളുകളെയൊക്കെ റോട്ടിലേക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. അപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഒപ്പം ജില്ലാ കളക്ടറുടെ ഒരു ശ്രദ്ധയും ഈ കാര്യത്തിൽ വേണം. ഈ ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ബഹുമാനപ്പെട്ട MPയോട് ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കളക്ടർക്ക് കത്ത് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട ഇടപെടൽ കാര്യത്തിൽ നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. MLAയോടും ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടപെടൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി വീട് വെച്ച് താമസിക്കുന്നവർക്കാണ് നഷ്ടപരിഹാരം നിഷേധിക്കുന്നത്. 2 കുടുംബങ്ങളും നിർധനരാണ്. ജീവനോപാധി ഉൾപ്പെടെ നഷ്ടപ്പെടുത്തുമ്പോൾ അർഹമായ പരിഗണന അവർക്ക് നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഇവിടെ 4 വീടുകൾക്കും 3 കടകൾക്കും ഇപ്പോൾ നഷ്ടം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത്. നമുക്കറിയാം, ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ 25-35 വർഷത്തോളമായി ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുത്തെ ഇപ്പോൾ നിലവിൽ 4 പേരോട് പറഞ്ഞിരിക്കുന്നതിൽ 2 പേര്, ഒരാൾ ഷുഗർ ബാധിച്ച് മുഴുവൻ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയും, ഒരു ശരീരം ഒരു ഭാഗം തളർന്ന മറ്റൊരു കുടുംബനാഥനുമൊക്കെ ഉള്ള 2 വീടുകളാണുള്ളത്. മറ്റു വീടുകളാണല്ലോ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. അവർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നാഷണൽ ഹൈവേ എന്ന് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അവരോട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം എന്നുകൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. KCV ന്യൂസ്, നേര്യമംഗലം.